89.6 FM Sargakshetra Radio Garage. സർഗക്ഷേത്ര 89.6 FM റേഡിയോ ഗാരേജിന്റെ സമയം ഇവിടെ തുടങ്ങുവാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ രണ്ടുപേർ ചേർന്ന് പൂർവാധികം ശക്തിയോടുകൂടി ഷട്ടർ ഉയർത്തുന്ന ഒരാളുടെ പേര് കെവിൻ എന്നാണ്, അടുത്ത ആളുടെ പേര് RJ വിനു. ഓക്കെ, ഉഷാറിന് കുറവൊന്നുമില്ല. നമ്മൾ വാഹനങ്ങളുടെ ചർച്ചകളുമായിട്ട് എല്ലാ ആഴ്ചയിലും ഇതേ സമയത്ത് ഇങ്ങനെ വന്ന് പാട്ടുമൊക്കെ കേൾപ്പിച്ച് കഥകളൊക്കെ പറഞ്ഞു പോകുന്ന ആളുകളാണ് കേട്ടോ. ഇന്നത്തെ ചർച്ച തുടങ്ങുന്നത്, നമ്മള് ഗാരേജിന്റെ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ്. ഗാരേജിന്റെ അകത്ത് ഒരു വണ്ടി അല്ലെങ്കിൽ ഒന്നിലധികം വാഹനങ്ങൾ, ഇതാണല്ലോ ശീലം, അതെ, ഇതാണല്ലോ രീതി. അതെ, ഈ രീതിയിൽ നിന്ന് ഇന്നത്തെ ദിവസത്തിന്, ഇതുവരെ പോകുന്ന രീതികളിൽ നിന്ന് ഇന്നത്തെ ദിവസത്തിനൊരു വ്യത്യാസമുണ്ട്. ഇതുവരെ കണ്ട കാഴ്ചകളോ കേട്ട കാര്യങ്ങളോ അല്ല ഇന്നിവിടെ നടക്കുന്നത്. അതെ, അതാണ് വ്യത്യാസം. അപ്പോ എല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസം ഉണ്ടെങ്കിലും ഇതുവരെ ചെയ്തതിനേക്കാളും കംപ്ലീറ്റ്, എനിക്ക് തോന്നുന്നു സിലബസിൽ തന്നെ മൊത്തത്തിലൊരു വ്യത്യാസമുള്ള തരത്തിലുള്ള ഒരു പരിപാടി, ഒരു ഷട്ടർ പൊക്കലായിരിക്കും ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അതെ, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അതിനു മുൻപ് കഴിഞ്ഞ ദിവസം കെവിന് MG നിന്ന് ഒരു മെയിൽ വരുന്നു. അതെ, മെയിൽ കണ്ട കെവിൻ സന്തോഷത്തോടെ മെയിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ MG കാർ കെവിന് വിശ്വസൊക്കെ അറിയിക്കുന്നു. അതിനുശേഷം കുറേയധികം സുഖവിവരങ്ങൾ ചോദിച്ചൊക്കെ കഴിഞ്ഞിട്ട് MG നിന്ന് ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മെയിലിൽ പറഞ്ഞത്. അതെ അല്ലെ? ഇതുവരെ ശരിയാണോ? വളരെ ശരിയാ. ഓക്കെ, അപ്പോ എന്താണ് വലിയ കാര്യം എന്ന് അവരതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനകത്തൊരു ഡേറ്റും സ്ഥലവും പറഞ്ഞിരുന്നു. അതെ, ഒപ്പം അതിന്റെ പിന്നാലെ സാധാരണ അവർ ചെയ്തു തരുന്നത് പോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും അതിന് ചേർന്ന 5 സ്റ്റാർ സംവിധാനങ്ങളും കൂടി അവർ അറേഞ്ച് ചെയ്ത് തന്നു. അതെ, അങ്ങനെ ഇതെല്ലാം കിട്ടിയ കെവിൻ എന്താണ് കാര്യം എന്ന് പോലും കൃത്യമായിട്ട് അവർ പറഞ്ഞില്ല. നമുക്ക് ആരോടും ചോദിക്കാനും പറ്റില്ല. അതെ, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിന്റെ വെളിച്ചത്തിൽ ഒരു ദിവസം നേരം പരപരാ വെളുത്തപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അതെ, ഇനി റേഡിയോയിൽ പാട്ട് വരും. ഓക്കെ, അതല്ലേ അതിന്റെ രീതി. ഓക്കെ, അപ്പൊ നമ്മൾ ഗാരേജിൽ ഇതുവരെ ഇല്ലാത്തൊരു ട്രാക്കിൽ കാര്യങ്ങൾ പോകാൻ തുടങ്ങുവാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ ഷട്ടർ ഉയർത്തിയില്ല. നേരെ കെവിൻ എയർപോർട്ടിൽ നിന്ന് ഡൽഹിക്ക് വിമാനം കയറുകയാണ് ചെയ്തത്, MG നിന്ന് വന്ന കോളിന്റെ അടിസ്ഥാനത്തിൽ. അതെ, ശരിക്കും ഇതിന്റെ ഇടയിൽ കഥയിൽ ചോദ്യമില്ലെന്നാണ്. എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് വരുന്ന, അതായത് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കെവിനും നിങ്ങളെ പോലെയുള്ള മറ്റാളുകൾക്കും വരുന്ന ക്ഷണം, അതായത് ഇത്തരത്തോളമുള്ള ഇൻവിറ്റേഷനുകളിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടാകില്ല. ഇല്ല, ഇത് കമ്പനികളുടെ ഒരു പൊതു സ്വഭാവമല്ലേ? അല്ല, ഞങ്ങളെ നന്നായിട്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാറില്ല. ഇങ്ങനെ റേഡിയോയിലും പലയിടത്തൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ. അതെ, കെവിനെ പോലുള്ള ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുമാര് പത്രങ്ങളിൽ എഴുതും, മാഗസീനുകളിൽ എഴുതും, പിന്നെ സോഷ്യൽ മീഡിയയിൽ പറയും, റേഡിയോയിൽ പറയും, ഇത്ര സ്ഥലത്തൊക്കെ പറയുള്ളൂ. അതുകൊണ്ടാണ് വിശ്വസിച്ച് ഇവരോട് ആരും ഒന്നും പറയാത്തത്, അല്ലേ? ഇങ്ങനത്തെ കോൾ വരുമ്പോ എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കാറ്? കെവിൻ ഇപ്പോ നമ്മൾ വിമാനത്തിൽ കയറിയിട്ടുള്ളൂ, ഡൽഹിയിൽ എത്തിയിട്ടില്ല, എന്നാലും പറക്കുന്ന വഴിയിൽ ഉടനീളം ഇപ്പൊ കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെ ഡയറക്റ്റ് ആയിരുന്നോ? അതെ, ഡയറക്റ്റ്. ഓക്കെ, ഡയറക്റ്റ് ഫ്ലൈറ്റിന്റെ ഒരു 3 മണിക്കൂർ സമയം. ആലോചിച്ചത് മുഴുവൻ MG എന്താണാവോ ഇനി ചെയ്യാൻ പോകുന്നതെന്നല്ലേ? അല്ല, നമ്മളെ സംബന്ധിച്ച് അടുത്ത എന്താണ് ബ്രാൻഡ്സ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. കാരണം ഒരു വർഷം മുൻപേ നമ്മൾ അടുത്ത ഇയറിൽ സംഭവിക്കാനുള്ളതിന്റെ പ്ലാൻ മൊത്തം അവർ പറയാറുണ്ട്. ചിലത് അതിൽ കൂടുതൽ സംഭവിക്കാറുണ്ട്. അതെ, പിന്നെ നമ്മുടെ ഇന്റേണൽ കണക്ഷൻസ് വെച്ചിട്ട് നമുക്ക് അറിയാൻ എന്താണ് അടുത്തതെന്നുള്ളത് വളരെ കൃത്യമായ ഒരു 90% നമ്മൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോ അങ്ങനെയാണ് ഈ ഒരു ലോഞ്ചിനും പോയത്. ഓക്കെ, കഥ വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ കെവിനോട് ചോദിക്കും, ഡൽഹിയിലെത്തി ഈ ഒരു ഇവന്റിൽ എത്തുന്നത് വരെയുള്ള ചിന്തകളിൽ MG എന്ത് ചെയ്യും, എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് കെവിൻ വിചാരിച്ചിരുന്നത്? ഇൻവിറ്റേഷൻ മെയിലാണല്ലോ വന്നത്. അപ്പൊ വലിയൊരു പോസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ട്. അതുകൂടാതെ വാട്സപ്പിൽ 2-3 പ്രാവശ്യമായി പോസ്റ്റർ ഒക്കെ അയച്ചു തരുന്നു. ബ്ലോക്ക് യുവർ കലണ്ടർ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വലിയ ബ്ലോക്ക് ചെയ്തല്ലോ. അതെ, ഭയങ്കര വലിയ സംഭവമായിട്ടാണ് വന്നത്. അപ്പോ ഞാൻ വിചാരിച്ചത് അടുത്ത വണ്ടി വരുന്നു, അതായത് MGയിൽ നിന്നും അടുത്തൊരു റെവല്യൂഷൻ സാധനം വരുന്നു. എന്നാലും അത് ഏത് വണ്ടിയായിരിക്കും, ഏത് കാറ്റഗറി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നത്? അതൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് അവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു വർഷം ഇറങ്ങേണ്ട ഒരു വാഹനമാണ്. ശരി. അപ്പോൾ അതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അതായത് ഒരു Q3 ടൈമിൽ ഇറങ്ങാൻ വേണ്ടി സെറ്റ് ആയിരിക്കുന്ന വാഹനം. അതെ, ഓക്കെ. അങ്ങനെ ഒരുപാട് ചിന്തകളുമായിട്ട് എയർപോർട്ടിലേക്ക് മെല്ലെ ഫ്ലൈറ്റ് ഇറങ്ങുവാണ്. അവിടെ നിന്ന് 10 കിലോമീറ്റർ ദൂരെയുള്ള മാരിയറ്റ് ഹോട്ടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു വലിയ വാഹനം അവിടെ വന്ന് നിൽക്കുന്നു. കെവിൻ വണ്ടിക്കകത്ത് കയറുന്നു. വണ്ടി നേരെ മാരിയറ്റ് ഹോട്ടലിൽ എത്തുന്നു. എത്ര പെട്ടെന്നാണ് ഇവിടുന്ന് ഡൽഹി വരെ വണ്ടി ഓടിച്ചെത്തിച്ചത്. അപ്പൊ മാരിയറ്റ് ഹോട്ടലിലെത്തി ഡൽഹിയിലെ അത്യാവശ്യം വലിയ ഇവന്റുകളൊക്കെ നടക്കുന്ന ഒരു ഇടം തന്നെയാണ്. അവിടുത്തെ പ്രധാന ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് ചെല്ലുന്നു. നിങ്ങളെ പോലുള്ള പലരും ഇതുപോലെ വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുന്നു എന്താണ് നടക്കാൻ പോകുന്നത്. ആർക്കും പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. അകത്ത് കയറിയിരിക്കുന്നു. പിന്നെ എന്തോടെ നടന്നു? പിന്നെ നടന്നത് ഒരു 1.5 സംഭവം. പിന്നെ നടന്നത് എന്താണ് എന്നുള്ളതാണ് കേട്ടോ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. റേഡിയോയിൽ ഇപ്പൊ പാട്ട് വരും. പാട്ടുകൾക്ക് ശേഷമാണ് MG ഡൽഹിയിൽ എന്താണ് നടത്തിയത് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. 89
Sargakshetra. Radio Garage. റേഡിയോ ഗാരേജിൽ MG കെവിനെ ഡൽഹിയിലേക്ക് വിളിച്ചു എന്നത് പറഞ്ഞാണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. പരിപാടി ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയിട്ടും ഡൽഹിയിൽ എത്തിയിട്ടുള്ളൂ. ഡൽഹിയിലെ മാരിറ്റ് ഹോട്ടലിലെ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് വന്ന് കെവിനെ പോലെയുള്ള ഇന്ത്യയിലെ വിവിധ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുമാർ ഏകദേശം എത്ര പേരുണ്ടായിരുന്നു? അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാരും പ്രതീക്ഷയിലാണ് വന്നത്. എല്ലാവരുടെയും മനസ്സിലെ പ്രതീക്ഷ MG പുതിയൊരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഒരു തരത്തിലും വിവരങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി വിളിച്ചവരോടും കൂടി പറഞ്ഞിട്ടില്ല എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്. ഓഡിറ്റോറിയം റെന്റിനെടുത്ത മാരിയറ്റ് ഹോട്ടലുകാരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരിടത്തും ഒന്നും അറിയിക്കാതെ ആ സമയത്ത് മാത്രം എന്താണ് കാര്യമെന്ന് പറയാൻ വേണ്ടി അങ്ങനെ വിചാരിച്ചിരുന്നാണ്. ശരിക്കും ഇത് ഒരു സസ്പെൻസ് ത്രില്ലറാണ്. കേൾക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത്ര രസം ഉണ്ടായിരുന്നോ അപ്പോ? കണ്ടപ്പോ രസമില്ല. ഓക്കെ, അങ്ങനെ ആ പ്രധാന വേദിയിലേക്ക് MC ചെയ്യുന്ന പെൺകുട്ടി വരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ കാര്യങ്ങളൊക്കെ തെളിയുന്നു. അവിടുത്തെ പ്രധാന ഒഫീഷ്യൽസ് ഒക്കെ സ്റ്റേജിലേക്ക് വരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ നടന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സാധനം സ്റ്റേജിലേക്ക് വന്നു. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഓഡിയൻസിന്റെ ഇടയിൽ റാമ്പിൽ നിന്ന് സ്റ്റേജിലേക്ക് കയറിയതാണോ? അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഇടയിൽ നിന്നല്ല കയറി. കാര്യം അതിന് മാത്രമുള്ള സാധനം ഇല്ലായിരുന്നു. സ്റ്റേജിന്റെ സൈഡിൽ, അതായത് ബാക്ക് സ്റ്റേജിൽ നിന്നൊരു സംഭവം സ്റ്റേജിലേക്ക് കയറി വരുന്നു. അത് മറ്റേ തള്ളിയാണ് വെക്കുന്നത്. തന്നെ വരത്തില്ല. ഓഹോ, തള്ളിയാണ് വരുന്നത്. ടാറ്റയുടെ പരിപാടിക്കൊക്കെ പോകുമ്പോ കാർട്ടൂണൊക്കെ മാറുന്നു, പുറകിൽ നിന്ന് വണ്ടി വരുന്നു, വണ്ടി വരുന്നു. എന്റെ സങ്കല്പത്തിൽ മൊത്തം CRയുടെ ലോഞ്ച് നടന്ന പോലെ ഓഡിയൻസിന്റെ ഇടയിലൂടെ വരുന്ന വാഹനം കയ്യടികളും അല്ലെങ്കിൽ പടക്കവും കമ്പിത്തിരിയൊക്കെ ആയിട്ട് നടുവിലേക്ക് കയറ്റിയിട്ട് ഇതാണ് CR. അതെ, 4-5 വണ്ടികളൊക്കെ ഇങ്ങനെ കിടക്കും. ഓക്കെ, അപ്പൊ പല കളറിൽ ഇതാണ് ലോഞ്ച് എന്ന് പറയാം. ശരി. നമ്മൾ ഇങ്ങനെ ഒരു പ്രതീക്ഷയോടെ ഒക്കെ പോയതാണ്. പക്ഷെ അവിടെ വന്നപ്പോ എന്താണ് അവർ ചെയ്തത് എന്ന് പറഞ്ഞേ. അതായത് അവര് വണ്ടിയുടെ പ്ലാറ്റ്ഫോം കൊണ്ട് സ്റ്റേജിൽ വെച്ചു. ഇറങ്ങാൻ പോകുന്ന ഒരു വണ്ടിയുടെ പ്ലാറ്റ്ഫോം കൊണ്ടുവന്ന് സ്റ്റേജിൽ വെച്ചു. അതെ, അതായിരുന്നു സംഭവം. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നുകൂടി വ്യക്തമാകാൻ വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പ്ലാറ്റ്ഫോം മീൻസ്, അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ സ്കെൽട്ടൺ ബോഡി, ആ ഒരു സ്കെൽട്ടൺ ബോഡി നമ്മൾ ലാബിലൊക്കെ വെക്കത്തില്ല. ശരി. അപ്പൊ ആ ഒരു സെയിം സംഭവം. ശരി, അതായത് പുറത്തേക്കുള്ള സംഭവങ്ങളെ പറ്റി ഒരു ധാരണയും കിട്ടില്ല. സ്കെൽട്ടൺ ബോഡി മാത്രം. ഇതാണ് ഒരു സ്കെൽട്ടൺ. ഇതിനകത്ത് വണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും മനുഷ്യൻ. ഇതിന് വണ്ണമില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ശരി. നമ്മളിപ്പോ ലോറിയുടെ ഒക്കെ ഷാസി എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി. ഓക്കെ, അത് കയറ്റി സ്റ്റേജിലേക്ക് വെച്ചു. എന്നിട്ട് അവർ എന്ത് പറഞ്ഞു? എന്നിട്ട് അവർ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ അടുത്ത കുറെ വർഷങ്ങളിലേക്ക് ഞങ്ങൾ ഇറക്കാൻ പോകുന്ന വാഹനങ്ങളുടെ പ്ലാറ്റ്ഫോം. അതൊരു ചെയ്ത്തായി പോയിട്ടോ, ഒന്നൊന്നര ചെയ്ത്തായി പോയി. അപ്പോ ഇത് കേട്ടാ നിങ്ങളെല്ലാവരും ഞങ്ങൾ ഇത് കേട്ട് ചിരിക്കണോ കരയണോ എന്നൊരു മൈൻഡിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ദൂരം ഫ്ലൈറ്റിൽ കയറി അവിടെ ചെന്ന് എന്റെ അവസ്ഥ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക, വന്നത് വെറുതെ ആയല്ലോ എന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നത് വെറുതെയായി എന്ന തരത്തിലുള്ള തോന്നൽ ഉണ്ടാക്കുന്ന പരിപാടികളും ഇതിനിടയിൽ നടക്കാറുണ്ട്. അതെ, ഇതൊക്കെ ഈ കച്ചവടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതെ. ഓക്കെ, റേഡിയോയിൽ ഇപ്പൊ പാട്ട് വരും. കെവിന്റെ ഒരു സന്തോഷത്തിന് സമാധാനത്തിന് വേണ്ടിയുള്ള പാട്ടുകളാണ് കേട്ടോ. സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra. Radio Garage. റേഡിയോ ഗാരേജില് നമ്മള് MGയുടെ ക്ഷണം സ്വീകരിച്ച കെവിൻ, അതായത് നമ്മളുടെ സ്വന്തം ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കെവിൻ ഡൽഹിയിൽ എത്തിയിട്ട് അവിടുത്തെ മാരിയറ്റ് ഹോട്ടലിൽ നടന്ന മെഗാ ലോഞ്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. സ്റ്റേജിലേക്ക് വലിയ വാഹനം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന 100 കണക്കിന് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുമാർ ചമ്മിപ്പോകുന്ന ഒരു ഇൻസിഡന്റ് ആണ് അവിടെ നടന്നത്. വലിയ വാഹനമൊന്നും വന്നില്ല, ഒരു മോഡലാണ് വന്നത്. എനിക്ക് തോന്നേ കെവിൻ പറഞ്ഞതും കെവിൻ കാണിച്ച ഫോട്ടോസിലും വീഡിയോസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഷാസി എന്ന് പോലും ഇതിനെ വിളിക്കാൻ പറ്റൂല. അതായത് ഒരാൾക്കിരുന്ന് ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാറ്റ്ഫോം അല്ല. അതാ ഞാൻ പറഞ്ഞത്, സ്റ്റേജിലേക്ക് നടന്ന് തന്നെ വന്നതല്ല, ആരോ കൊണ്ടുവച്ചതാണ്. ഇത് തള്ളിക്കൊണ്ടേ വരാൻ പറ്റുള്ളൂ. അത്രയും പോലും അവർ ചെയ്തു തീർത്തിട്ടില്ല. നമ്മളിപ്പോ യഥാർത്ഥത്തിൽ വേറൊരു നാടൻ ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മള് സ്കൂൾ തുറക്കാറാവുമ്പോ യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ കൊടുക്കുമല്ലോ നാട്ടിലെ തയ്യൽ കടയില്. അവിടെ എല്ലാവരും കൊണ്ടേ കൊടുക്കുന്നതുകൊണ്ട് ചേട്ടൻ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോ നമ്മൾ ചെല്ലാൻ നേരത്ത്, നമ്മൾ അത്യാവശ്യത്തിന് അവിടെ ചെല്ലാൻ നേരത്ത് അദ്ദേഹത്തിന് തിരക്കുകൊണ്ടാണ് കേട്ടോ. തുണി കട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തുണി എടുത്ത് കാണിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് വണ്ടി എന്ന് ഒരിക്കലും അതിനെ വിളിക്കാൻ പറ്റൂല. 4 ചക്രം മാത്രമുള്ള ഒരു സാധനം. 4 ചക്രവും അതിന്റെ അനുബന്ധ കുറച്ച് കാര്യങ്ങളും. ശരി, അതാണ് കാണിച്ചു തന്നത്. ഞാനിപ്പോ ചോദിക്കുന്നത്, എന്റെ ഒരു സംശയം, എങ്ങനെ വന്നാലും ഒരു ബ്രാൻഡ് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപയായിരിക്കും ഈ ഒരു ഇവന്റിന് വേണ്ടി ചെലവാക്കുന്നത്. ഇങ്ങനെ കോടികൾ ചെലവാക്കി നടത്തുന്ന ഈ പരിപാടി കൊണ്ട് ഇവരൊരു ബ്രാൻഡിന്റെ പ്രൊമോഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നില്ലല്ലോ. നമ്മളിപ്പോ റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പേരെ പോലെ, 10,000-കണക്കിന് ആളുകളെ പോലെ ഒത്തിരി ഇടങ്ങളിൽ കെവിനെ പോലെ പോയി വന്നവർ പലയിടങ്ങളിലായിട്ട് നിരന്തരമായി കുറ്റം പറയുന്നുണ്ടാവുമല്ലോ. പക്ഷേ അതിന് വേറൊരു തലം കൂടെ ഉണ്ട്. ഓക്കെ, ആ തലമാണ് ഞങ്ങൾക്ക് കേൾക്കുന്നത്. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്താണത്? കാര്യം ഇനിയുള്ള MGയുടെ വാഹനങ്ങളെല്ലാം
അതിപ്പോ എന്ത് ടൈപ്പ് ഫ്യൂവലിൽ ഓടുന്ന വാഹനമാണെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ബേസിലായിരിക്കും. അതായത് കുറച്ചധികം വാഹനങ്ങൾ MG ഇനി ഇന്ത്യയിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സൂചന തരലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പല ഫ്യൂവൽ ഓപ്ഷൻസ് ഉണ്ട്. ശരി ശരി ശരി. അതിൽ പല ഫ്യൂവൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ ഒരു ബ്രാൻഡിന് ഇറക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഫ്യൂവൽ ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. ഇനി അങ്ങോട്ടേക്ക് ഈ പ്ലാറ്റ്ഫോമിന്റെ മുകളിലുള്ള ഒരു പരിപാടിയായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീണ്ടും നാട്ടിലേക്ക് വരുവാണ്. ഓക്കെ, സൂചനയാണിത്, സൂചന മാത്രം. സൂചന കണ്ട് പഠിച്ചോളാം. MG ലോകത്തിന് തരുന്നൊരു സൂചനയാണ്, ഇന്ത്യക്ക് തരുന്നൊരു സൂചനയാണ്. റേഡിയോയിൽ പാട്ട് വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജില് MG ഡൽഹിയിൽ വെച്ച് അവതരിപ്പിച്ച പുതിയ വാഹനങ്ങളുടെ പ്ലാറ്റ്ഫോം ചർച്ചകളാണോ നടക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഒത്തിരി വാഹനങ്ങൾ വരാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം, അതിനെ കാണിക്കുന്നതിന് വേണ്ടി ഇന്ത്യ മുഴുവനുള്ള ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുമാരെ MGയുടെ ചെലവിൽ ഡൽഹിയിലേക്ക് വിളിച്ചു. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം കാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കും വിധത്തിൽ അവിടെ എന്താണ് നടന്നത്? അങ്ങനെ സന്തോഷിപ്പിക്കും വിധം എന്ന് പറയുന്നതിന് ഞാൻ ഉദ്ദേശിച്ചത് വലിയ കോർപ്പറേറ്റ് ഗിഫ്റ്റുകൾ, നിങ്ങൾക്ക് വേണ്ട സുഭിക്ഷമായ ഭക്ഷണം, അതൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ട 5 സ്റ്റാർ താമസം, അതൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞത് ഒഴികെ. ഓക്കെ. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, യൂഷ്വലി എല്ലാ ബ്രാൻഡ്സും ഫൈനൽ വാഹനം അനൗൺസ് ചെയ്യുന്നത് പോലും വളരെ സീക്രട്ടഡ് ആയിരിക്കും. ശരി ശരി. ഇപ്പം നമ്മൾ സിയാറയുടെ ലോഞ്ചിന് പോയ സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളുടെ ലോഞ്ചിന് പോയ സമയത്തോ ഒക്കെ തന്നെ ആ ഒരു മൊമെന്റിലാണ് ആ ഒരു വാഹനത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, എന്തൊക്കെയാണ് ആ വാഹനം, എത്രമാത്രം സേഫ്റ്റി ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം ആ ഒരു ടൈമിലാണ് റിവ്യൂ ഏറ്റവും ഒടുവിലേ പറയുള്ളൂ. അതെ, ഇവിടെ MG ചെയ്തിരിക്കുന്നത്, അതായത് അവരുടെ ഇനി വരാൻ പോകുന്ന വാഹനങ്ങളുടെ എല്ലാം പ്ലാറ്റ്ഫോം, അതായത് ബേസിക് ഒരു വാഹനത്തിന്റെ പ്ലാറ്റ്ഫോം ആണ്. ആ ഒരു പ്ലാറ്റ്ഫോമിനെ എങ്ങനെ വളച്ചൊടിച്ചു വേണമെങ്കിലും നമുക്ക് അതെടുത്തൊരു മോഡലാക്കി മാറ്റാം. ശരി ശരി. അപ്പൊ ഇനി എന്തൊക്കെ ഫ്യൂവൽ ഓപ്ഷൻസ് വരുന്നുണ്ട്, ഇതാണ് ഞങ്ങളുടെ ബേസിക് പ്ലാറ്റ്ഫോം എന്നുള്ളത് എല്ലാ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് കാണിച്ച ഒരു പരിപാടിയാണ്. ശരി ശരി ശരി. കോൺഫിഡൻസ് ലെവൽ ഒന്ന് ആലോചിക്കും. അതാണ്, അതായത് ഇതിന്റെ മുകളിൽ പാടാൻ പൊത്തച്ഛന് വേറെ ഇല്ല എന്ന രീതിയിലുള്ള ചിന്താവലിൽ വന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ തുടക്കത്തിൽ തന്നെ ഇത് മൊത്തം കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കില്ല. കാര്യം ഇത്ര ഫ്യൂവൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. മനസ്സിലായി. അപ്പോ എന്തായാലും MGയുടെ ഒരു വലിയ കോൺഫിഡൻസിന് മുന്നിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ, നമ്മളിപ്പോ ഈ ആലോചിക്കുന്നത് പോലെ ഒന്നും ആലോചിക്കാതെ MG ഇങ്ങനെ ഒരു പരിപാടി നടത്തില്ലല്ലോ. കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടാകും. ഇത്തരം ചർച്ചകൾ ഇപ്പൊ നമ്മൾ ആദ്യം കുറച്ച് നെഗറ്റീവ് പറഞ്ഞെങ്കിലും പിന്നെ അങ്ങോട്ടേക്ക് പോസിറ്റീവ് പറയുന്നുണ്ടല്ലോ. MG ഇങ്ങനെ പറയിപ്പിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ പറയാൻ MG ഒരു കാരണമാകുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ബ്രാൻഡിങ്, അല്ലേ? അതാവണം അവിടെ ആ ബ്രാൻഡിങ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, സിനിമ ഡയലോഗ് പോലെ. അതെ, റേഡിയോയിൽ ഇപ്പൊ നമുക്ക് കുറച്ച് പാട്ട് കൊടുക്കാം. പാട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മള് MGനെ ഒരു പരുവത്തിലാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കേട്ടോ. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ നമ്മൾ MG ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കാൻ പോകുന്ന വാഹനങ്ങളുടെ എല്ലാത്തിന്റെയും ഒരു പ്ലാറ്റ്ഫോം പുറത്തിറക്കി. അതിന്റെ ചർച്ചകളാണ് നടക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഒരു പുതിയ വാഹനത്തെ പറ്റി കേൾക്കാനിരുന്ന പലരും അതെന്താ നിങ്ങൾ വണ്ടിയെ പറ്റി പറയാത്തത്, അങ്ങനെ വിചാരിക്കരുത്. MG ഇനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നടത്താൻ പോകുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. അതിന്റെ അടിത്തറയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അല്ലെ? ഇനിയാണ് വണ്ടി പണിയാൻ പോകുന്നത്. ഇനിയാണ് അവർക്ക് വണ്ടി പണിയേണ്ടത്. അപ്പൊ എന്താണ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത, എന്തൊക്കെയാണ്, എന്തൊക്കെ നമുക്ക് ഏത് ലെവല് വരെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം? പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വാഹനത്തിന്റെ അടിത്തറയാണ്. ഈ ഒരു അടിത്തറ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് 5 സീറ്റർ ആകണോ 7 സീറ്റർ ആകണോ, ബേസിക്കലി ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും. ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. നീളം കുറയ്ക്കാം, വീതി കുറയ്ക്കാം, ഓഫ് റോഡ് പരിപാടികൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കേൾക്കുമ്പോ എനിക്ക് ഇടയിൽ കയറി സംശയം ചോദിക്കേണ്ടി വരും. പ്ലാറ്റ്ഫോം പുറത്തിറക്കി, അതെ, ഇതിന്റെ മുകളിലേക്കുള്ള ആ ബാക്കി കാര്യങ്ങളാണ് വരാത്തത്. അതെ, ഇനിയിപ്പോ പഞ്ചായത്തിൽ നിന്ന് ലോണൊക്കെ കിട്ടും. ഇതിന്റെ ലെങ്ത് കുറയ്ക്കാനും കൂട്ടാനും ആണെങ്കിൽ അപ്പൊ ഈ കാണിച്ചതിലും വലിയ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ഇനി നീളം കൂടാം, കുറയാം, മുകളിലേക്ക് വരുന്നത് പോട്ടെ. ഓക്കെ, അങ്ങനെയല്ല. ഇപ്പൊ ഓരോ വാഹനങ്ങൾക്ക് ഓരോ മോഡൽ ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞ കോമഡി നൈസ് ആയിരുന്നു കേട്ടോ. അതെന്റെ ഡയലോഗിന്റെ മുങ്ങിപ്പോയി. പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കാണിച്ചിട്ട് വില്ലേജ് ഓഫീസറെ കൊണ്ടുവന്നിട്ട് വേണം അടുത്തത് പണിയാനുള്ള ലോൺ എടുക്കാൻ, അല്ലേ? ഓരോ ഘട്ടമായിട്ടാണ് ലോൺ കിട്ടണം. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 5 സീറ്റർ വാഹനത്തിന്റെ നീളമല്ല 7 സീറ്റർ വാഹനത്തിന്. ഓക്കെ, അപ്പൊ അതിന്റേതായിട്ടുള്ള ലെങ്ത് ഉണ്ടാവും, ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. അപ്പൊ അങ്ങനെ വരുത്താൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ആണ് എല്ലാ മാനുഫാക്ചേഴ്സും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മാരുതി വോക്സ്വാഗൺ പോലുള്ള വാഹനങ്ങളാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള വാഹനങ്ങളെ പോലും നിർമ്മിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു, നമ്മളിപ്പം പറയുമല്ലോ, ഒരു ചെറിയ യൂണിറ്റ് കൊണ്ട് എത്രമാത്രം വോളിയം ചെയ്യുന്നു എന്നുള്ളതിലാണ് ബിസിനസ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു തിങ്കിങ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലും
വരുന്നത്. അപ്പൊ 4 പ്രധാനപ്പെട്ട ഒരു ഫ്യൂവൽ ഓപ്ഷൻസിനാണ് ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം ശരി MG അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനൊരു പേര് ഇട്ടിട്ടുണ്ട്, അഡാപ്റ്റ്. അതെ, ഇത് വാഹനത്തിന്റെ പേരാകില്ല. അല്ലല്ല, ഇത് പ്ലാറ്റ്ഫോമിന്റെ പേരാണ്. പ്ലാറ്റ്ഫോമിന് മാത്രം ഒരു പേര്. എനിക്ക് തോന്നുന്നു ഈ പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവത്തെ ഡൽഹിയിൽ അന്ന് പോയവർക്ക് മാത്രമേ നേരിട്ട് കാണാൻ പറ്റുള്ളൂ. അതെ, വേറെ ആർക്കും നേരിട്ട് കാണാൻ പറ്റില്ല. അഡാപ്റ്റ് എന്നുള്ളത് ഒരു മായയാണ്, സർവമായ. അതെ, അതിന്റെ അഡാപ്റ്റിന്റെ ഒരു ഫുൾ ഫോം ഉണ്ട്, അഡ്വാൻസ്ഡ് ഡ്രൈവർ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോം ടെക്നോളജി. കൊള്ളാം. ഇപ്പൊ ഒരു രസമൊക്കെ വരുന്നുണ്ട്. അപ്പോ MGയുടെ അഡാപ്റ്റ് അവതരിപ്പിച്ചതിന്റെ കഥകൾ റേഡിയോയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. റേഡിയോ ഗാരേജിൽ MG പുറത്തിറക്കാൻ പോകുന്ന കംപ്ലീറ്റ് വാഹനങ്ങളുടെയും പ്ലാറ്റ്ഫോം പ്രസന്റ് ചെയ്തതിന്റെ കാര്യങ്ങളാണ് കേട്ടോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡാപ്റ്റ് എന്നാണ് പ്ലാറ്റ്ഫോമിന്റെ പേര്. അത് നടന്നത് ഡൽഹിയിലാണ്. കെവിൻ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയി ഈ പരിപാടി കണ്ടതിന് ശേഷം അഡാപ്റ്റിനെ പറ്റി വേറെ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? 4 ഫ്യൂവൽ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് പ്ലഗ് ഇൻ ഹൈബ്രിഡ്. ശരി, അതായത് പകുതി ഇലക്ട്രിക്കും പകുതി പെട്രോളിലും ഓടും. അതൊരു അത്യാവശ്യം നല്ല ന്യായമായ മൈലേജ് ഒക്കെ തരാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ്. MG സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടി ഒരു ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ പോലെ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് ഈ പരിപാടിക്ക് വേണ്ടി വന്ന ആൾക്കാരുടെ പ്രതീക്ഷ. സ്റ്റാർലൈറ്റ് ആണെന്ന് വിചാരിച്ച് ചെന്നവരെ അഡാപ്റ്റ് കാണിച്ച് അല്ലേ തൃപ്തിപ്പെടുത്തി. അതെ, അപ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ് ഇനി വരാനായിട്ടുള്ള ഒരു ഫ്യൂവൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഇപ്പൊ BMW ബെൻസ് പോലുള്ള വാഹനങ്ങൾക്ക് ഈ ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഉണ്ട്. നമ്മൾ ഏറ്റവും ഒടുവിൽ ടോവിനോ എടുത്ത വാഹനത്തെ പറ്റിയൊക്കെ വാർത്തകളിൽ കണ്ടതുപോലെ 35 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന BMW എന്നൊക്കെ പലരും അത്ഭുതപ്പെട്ടിരുന്നു. അതെ, അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ബൈക്കിനേക്കാൾ കൂടുതൽ മൈലേജ് ഉള്ള പ്രീമിയം വാഹനങ്ങൾ. അതെ, അതായത് നോർമൽ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിൽ കൊണ്ട് ചാർജ് ചെയ്യാം. 100-120 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും അതിന്റെ ഒരു റേഞ്ച്. ആ 120 കിലോമീറ്റർ ഒരു ഇലക്ട്രിക് ആയിട്ട് തന്നെ ഓടും. ശേഷം പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡ്. 2 ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. യൂഷ്വലി നമ്മളിപ്പോ ടൊയോട്ട, മാരുതിയോ നോർമൽ ഹൈബ്രിഡ് അതായത് വാഹനം ഓടുമ്പോൾ തന്നെ അക്കിൻസൺ സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ആവും. അത് കുറച്ചു നേരം ആ ഒരു ബാറ്ററിയിൽ നിന്ന് വാഹനത്തിനെ ഓടിക്കും, പിന്നെ വീണ്ടും അതിങ്ങനെ ഒരു സൈക്കിൾ പോലെ കറങ്ങി ചാർജ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഹൈബ്രിഡ്. മൂന്നാമത്തെ ഓപ്ഷൻ പ്യുവർ ഇലക്ട്രിക്. ഓൾറെഡി MGക്ക് ഇലക്ട്രിക് വാഹനമുണ്ട്. ഇനിയിപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ബേസിൽ ഡെഡിക്കേറ്റഡ് EVs വരും. അത് പല മോഡൽസ് വരാം, ചെറിയ വാഹനങ്ങൾ വരാം, വലിയ വാഹനങ്ങൾ വരാം, അങ്ങനെയുള്ള പല മോഡൽസും വരാം. ശരി, ഇനി അടുത്തതാണ് റേഞ്ച് എക്സ്റ്റൻഡർ EV. റേഞ്ച് എക്സ്റ്റൻഡർ EV. അതെ, കൊള്ളാലോ. ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു EV. അതായത് ഒരു റേഞ്ച് എക്സ്റ്റൻഡറിന്റെ ഒരു അഡീഷണൽ മോട്ടർ ഉണ്ടാവും. ആ ഒരു മോട്ടറിന്റെ ജോലി എന്ന് പറയുന്നത് ഇതിന്റെ റേഞ്ച് എങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാം. ശരി. അപ്പോൾ യൂഷ്വലി ഉള്ള ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളിൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജി ഉണ്ടല്ലോ, അത് കൂടാതെ വേറൊരു മനുഷ്യനെ കൂടെ വരുത്തിയേക്കാണ്. ഇവന്റെ പണി റേഞ്ച് കൂട്ടുക. നേരത്തെ ഉള്ളതിനേക്കാൾ അല്പം കൂടി റേഞ്ച് കൂട്ടുക. ഞാനേ വീണ്ടും നാട്ടുമ്പുറത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സ്കൂട്ടറൊക്കെ പണ്ട് ഓടിച്ചുകൊണ്ടിരുന്നവർ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പറയാം. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഡിയോ ആയിരുന്നു എന്റെ വാഹനം. ഡിയോ ആ സമയത്ത് ഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നാലേ ഡിയോ കിട്ടുള്ളൂ. ഡിയോക്ക് 6 മാസമൊക്കെ ഡിയോയുടെ ഒരു പച്ച കളറിന്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. എന്റെ റെഡ് ആയിരുന്നു. അത് 3 മാസം കൊണ്ടാണ് കിട്ടിയത്. 3 മാസം കേട്ടോ സ്കൂട്ടറിന്റെ കാര്യം പറയുന്നത്. ഇതുപോലെ നമ്മൾ കോളേജ് ലൈഫിലൊക്കെ സ്കൂട്ടറും ബൈക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് പരിമിതമായിരിക്കുമല്ലോ. കാര്യം നമ്മൾ പാർട്ട് ടൈം ആയിട്ട് പരിപാടി പല വർക്കുകൾക്ക് പോകുന്നതാണെങ്കിലും ആഘോഷിക്കാൻ പാകത്തിലുള്ള പൈസ ഒന്നും ഉണ്ടാകാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 100 രൂപ അപ്പൊ ആ സമയത്ത് 40 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിക്കാൻ പറ്റും. 40, 50, പിന്നീട് 50 റൗണ്ട് ചെയ്ത് മാത്രം അടിക്കുന്ന പരുവത്തിലായി 100 പിന്നെ 30 രൂപയ്ക്കൊക്കെ ഞങ്ങൾ അടിക്കുമായിരുന്നു. അപ്പൊ നമ്മള് എപ്പോഴും പെട്രോൾ അടിച്ചു കഴിയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു കുറച്ച് പെട്രോൾ, നമ്മളിപ്പോ വെളിച്ചെണ്ണയുടെ കണക്കൊക്കെ പറയുന്നത് നമ്മൾ 100 വെളിച്ചെണ്ണ എന്നൊക്കെ പറയൂലേ, അതുപോലെ അത്രയും പെട്രോൾ ഒരു ചെറിയ കുപ്പിക്കകത്തേക്ക് ഒഴിച്ചിട്ട് കുപ്പി നമ്മൾ പെട്ടിക്കകത്ത് എന്ന് പറഞ്ഞാൽ സീറ്റ് പൊക്കിട്ട് അതിന്റെ അകത്തേക്ക് വെക്കും. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് വണ്ടിയുടെ പെട്രോൾ തീർന്നാൽ പമ്പിൽ എത്തിക്കാനുള്ളതിന്റെ ഒരു കരുതലാണ് ഇവരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓട്ടത്തെക്കാളും അല്പം കൂടുതൽ ഓടിക്കാൻ ഇവൻ ഗുണമാകും. ഏറെക്കുറെ ആ ചിന്തയിൽ നിന്നായിരിക്കുമല്ലോ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. പുതിയ 5G വേർഷൻ അല്ലെങ്കിൽ മോഡേൺ വേർഷൻ. അതെ, ഞാൻ ആ ചിന്തകളൊക്കെ ആ സമയത്ത് വിറ്റിരുന്നെങ്കിൽ എനിക്ക് ഇതിന്റെ പേറ്റന്റ് എടുക്കാമായിരുന്നു. കുഴപ്പമില്ല, അങ്ങനെ വിറ്റായിരുന്നെങ്കിൽ സംസാരിക്കാൻ പറ്റും. ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേര് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ അതിൽ ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണെങ്കിലും പ്ലാറ്റ്ഫോമിന്റെ കഥകൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മളിത് കേട്ട് തുടങ്ങിയപ്പോൾ ചെറിയൊരു നിരാശ കാറ്റടിച്ചെങ്കിലും ഇപ്പൊ അങ്ങോട്ടേക്ക് ചെറിയ രസമൊക്കെ പിടിച്ച് വരുന്നുണ്ട്. MG നല്ല പണിയെടുക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് പ്ലാറ്റ്ഫോം പുറത്തിറക്കിയിരിക്കുന്നത്. നല്ല പണിയും ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ടാകും. റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. Radio Garage. Radio Garage. റേഡിയോ ഗാരേജിലെ MG ഏറ്റവും ഒടുവിലായി അവതരിപ്പിച്ച ഒരു പ്ലാറ്റ്ഫോമിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അഡാപ്റ്റിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് സമയം ഇങ്ങനെ പോയി ഷട്ടറിടാനുള്ള നേരമായിട്ടുണ്ട്. എന്താണ് ഇനിയിപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ആദ്യ വാഹനം എന്ന് വരും എന്നുള്ളതിനെ പറ്റി വല്ല സൂചന തന്നിരുന്നോ അവര്? MG സ്റ്റാർലൈറ്റ് ആണ് ആദ്യത്തെ വാഹനം. സ്റ്റാർലൈറ്റ് ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഓ ശരി. അപ്പോൾ ഈ ഒരു അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ വാഹനം വരും. വണ്ടി എന്താണെങ്കിലും ഒരു സെറ്റാക്കി വെച്ചിട്ടായിരിക്കും ഈ പ്ലാറ്റ്ഫോം ഇറക്കിയത് എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. കാരണം കെവിൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ടെക്നോളജിയും പ്ലാറ്റ്ഫോമിൽ തന്നെ ഇവരെ എല്ലാവരുടെയും മുന്നിൽ പ്രസന്റ് ചെയ്തപ്പോൾ വേറൊരാൾക്ക് ഇത് അനുകരിക്കാനും അനുകരിച്ചിട്ട് ഈ ഒരു ടെക്നോളജിയിൽ വാഹനം പുറത്തിറക്കാനും വേണ്ട ഒരു മിനിമം സമയമുണ്ടല്ലോ. ഇങ്ങനെ വന്നാലും ഒരു വർഷമുള്ള ഒരാൾക്ക് ഇത് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെല്ലാം സെറ്റാക്കി വെച്ചിട്ടായിരിക്കും പ്ലാറ്റ്ഫോമിന്റെ ലോഞ്ച് നടത്തിയിട്ടുണ്ടാവുക. ഓ എന്റെ ഒരു ബുദ്ധി. അപ്പോ വാഹനങ്ങളും ഉടൻ തന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വരിയായിട്ട് അവർ നിർത്തിയിട്ടുണ്ടാകും. ഒരു പച്ചക്കൊടി കാണിക്കുമ്പോൾ വാഹനവുമായിട്ട് സ്റ്റേജിലേക്ക് ഒരാൾ വരും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണെങ്കിലും റേഡിയോ ഗാരേജിന്റെ സമയം തീരുവാണ്. കൂടെ ഉണ്ടായിരുന്നത് വിനുവും കെവിനുമാണ്. വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് വളരെയധികം ഉത്തരവാദിത്തത്തോടും സുരക്ഷയോടും കൂടി വാഹനങ്ങൾ ഓടിക്കുക. 2 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് ഹെൽമറ്റും, 4 വീലേഴ്സ് ഓടിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റും ധരിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തത്തോടും സുരക്ഷയോടും കൂടി മാത്രം വാഹനങ്ങൾ ഓടിക്കുക. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.